നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 281 281. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നാരായണ 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 നാരായണ. ഓം ശ്രീ രുക്മിണീ സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമഃ. ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 24 ശ്ലോകം 16 പറയേണ്ടത്. അപ്പോൾ അതിൽ പറയുന്നു, വേദാഹം ആദ്യം പുരുഷം അവതീർണം സ്വമായയാ ഭൂതാനാം ശേവതീം ദേഹം വിഭ്രാണം കപിലം മുനേ. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥത്തിലേക്ക് പോകുമ്പോൾ പറയണു, മുനിയായുള്ളവനെ, മൗനം ദീക്ഷിച്ചവനാണ് മുനി. കാരണം മൗനം ദീക്ഷിക്കുമ്പോഴാണ് അകക്കണ്ണ് തുറക്കുള്ളൂ. കാരണം അവരവരുടെ ശബ്ദം എന്താ പറയണതെന്ന് ശ്രോത്രം കേൾക്കാൻ ശ്രദ്ധിച്ചാൽ കാര്യബദ്ധവും. അപ്പം മുനി എന്ന് പറഞ്ഞാൽ മൗനി. അങ്ങനെ കുറേ കാലം ആത്മാരാമത്വത്തിൽ ഇരിക്കുക, അപ്പോഴാണ് ശ്രേഷ്ഠനാവുന്നത്. തൻ്റെ മായയാൽ പ്രാണികളുടെ അക്ഷയനിധിക്ക് സദൃശമായ കപില നിറമുള്ള ദേഹത്തെ ഭരിച്ചിരിക്കുന്നവനായിട്ട് സർവകാരണമായിരിക്കുന്ന ആദിപുരുഷനെ അവതരിച്ചവനായിട്ട് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ ഭാവാർത്ഥം ശ്രദ്ധിക്കുക. സർവലോകത്തിൻ്റെയും ആദികാരണഭൂതനായ പരമപുരുഷൻ്റെ സ്വമായാശക്തിയെ അംഗീകരിച്ചിട്ട്, ഹേ മുനെ, സർവപ്രാണികൾക്കും പരമപുരുഷാർത്ഥത്തെ, പരമപുരുഷാർത്ഥം ധർമ്മം അർത്ഥം കാമം മോക്ഷം, സാധിപ്പിക്കുന്നതാകയാൽ അവർക്കുള്ള ഒരു മഹാനിധിക്ക് തുല്യമായിരിക്കുന്ന കപിലദേഹത്തെ അംഗീകരിച്ച് അവതരിച്ചിരിക്കുന്നതിനെ ഞാൻ അറിയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി 17ഉം 18ഉം ശ്ലോകങ്ങളൊപ്പം പോവും. ജ്ഞാനവിജ്ഞാനയോഗേന കർമ്മണമുദ്ധരൻ ജടാ ഹിരണ്യകേശ പത്മാക്ഷ പത്മമുദ്രാ പദാംബുജ യേശ മാനവിതേ ഗർഭം പ്രവിഷ്ട കൈഡഭാർദ്ധന അവിദ്യാ സംശയൻ ഗ്രന്ഥീം ചിത്വാ ഗാം വിചരിഷ്യതി. അതിൻ്റെ വാക്കാർത്ഥം, പരോക്ഷം അപരോക്ഷം എന്ന് 2 വിധമായ ജ്ഞാനത്തെയും, പരോക്ഷമായ ജ്ഞാനം അപരോക്ഷമായ ജ്ഞാനം, അത് ക്ലിയറാവും ഭാവാർത്ഥം പറയുമ്പോൾ. അഷ്ടാംഗയോഗത്തെയും ഉപദേശിച്ചിട്ട് അനേക ജന്മങ്ങളിൽ അനുഷ്ഠിച്ചുണ്ടായ കർമ്മവാസനകളെ, എത്രയോ ജന്മങ്ങളിലുള്ള കർമ്മവാസനകളെ ഇല്ലായ്മ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് 100 ഇരട്ടി പുണ്യം ചെയ്താൽ മാത്രമേ വാസനാബലത്തിനെ ക്ഷയിപ്പിക്കാൻ പറ്റുള്ളൂ. ദുഷ്ടവാസനകൾ തന്നെ പറയണം. ആധ്യാത്മവാസനകൾ അതങ്ങനെ നിലനിന്ന് പോവുകയും ചെയ്യും. അപ്പോൾ ഉൽപാദനം ചെയ്യുവാനായിട്ട് സ്വർണ്ണ നിറമുള്ള തലമുടിയോടും താമരതളം പോലെ വികസിച്ച നേത്രങ്ങളോടും താമരപ്പൂവിൻ്റെ ആകൃതിയുള്ള രേഖയാൽ അടയാളപ്പെട്ട രേഖകൾ, കയ്യിലും കാലിലും ഭഗവാന്റെ രേഖകൾ അടയാളപ്പെട്ട പാദപത്മത്തോടുകൂടിയ ഈ ശ്രീനാരായണൻ ഹേ മനുപുത്രി, നിൻ്റെ ഗർഭത്തെ പ്രവേശിച്ചു കപിലനായിട്ട്. അജ്ഞാനത്തെയും അതിനിമിത്തമുള്ള ദേഹാഭിമാനത്തെയും, അജ്ഞാനമാകുന്ന തിമിരം ബാധിച്ചാൽ മോശമാണ്, ഛേദിച്ചിട്ട് ഭൂമിയിൽ സഞ്ചരിക്കും. ഇനി അതിൻ്റെ ഒരു പ്രിയാമ്പിൾ പറഞ്ഞിട്ട് ഭാവാർത്ഥം പറയും.
ഭഗവാന്റെ അവതാര പ്രയോജനത്തെ ഉപദേശിച്ചുകൊണ്ട് ദേവഹൂതിയുടെ ഭാഗ്യാതിശയത്തെക്കുറിച്ച് അഭിനന്ദിച്ച് അരുളി ചെയ്യുന്നു. ആരെ? ബ്രഹ്മാവ്. ഹേ മനുപുത്രി, സാഖ്യാശാസ്ത്രത്തെ ജനങ്ങൾക്ക് ഉപദേശിച്ച് അതുനിമിത്തം അവർക്കുണ്ടാകുന്ന പരോക്ഷമായും അപരോക്ഷമായുള്ള തത്വജ്ഞാനം കൊണ്ടും, വിത്തൗട്ട് ദാറ്റ്, തത്വജ്ഞാനങ്ങളില്ലാതെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല. തത്വജ്ഞാനങ്ങളാണ് ആവശ്യം. അപ്പോൾ ഉറിയടിയും ആണ് പെണ്ണിൻ്റെ വേഷം കെട്ടിയിട്ട് ഉറി അടിച്ചതുകൊണ്ട് ഗോവിന്ദനായില്ല. ഉണ്ണിയൂട്ട് നടത്തിയിട്ടും സാക്സഫോൺ കച്ചേരി വെച്ചിട്ട് രുക്മിണി വിവാഹം ആയില്ല. അതൊരു ഡിവൈൻ അവസ്ഥയാണ് രുക്മിണി വിവാഹം. അപ്പോൾ അഷ്ടാംഗ യോഗാഭ്യാസം നിമിത്തമുണ്ടാകുന്ന സ്വാനുഭൂതി രൂപമായ വേറൊരാളുടെ നിന്ന് കടം വാങ്ങാൻ പറ്റില്ല. സ്വ അനുഭൂതി രൂപമായ ആനന്ദപ്രാപ്തി കൊണ്ടും ജനങ്ങളുടെ, എക്സ്പെഷ്യലി ഭക്തന്മാരുടെ ജന്മജന്മാന്തര കർമ്മവാസനകളെ നശിപ്പിച്ച മോക്ഷപദത്തെ പ്രാപിക്കുവാനുള്ള കാരുണ്യത്തെ വഹിച്ചും കൊണ്ട് സ്വർണ്ണ നിറമുള്ള കേശങ്ങളോടും താമരപ്പൂ പോലെയുള്ള നേത്രങ്ങളോടും താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള രേഖകളോട് കൂടിയ പാദപത്മങ്ങളോടും കൂടെ നിൻ്റെ ഗർഭത്തെ പ്രവേശിച്ച് അവതരിച്ചിരിക്കുന്ന കൈടഭാരിയായ, കൈടഭൻ്റെ ശത്രുവായ ഈ ശ്രീനാരായണൻ നിൻ്റെ അജ്ഞാനത്തെയും തന്നിമിത്തമുള്ള ശരീരാഭിമാനത്തെയും നിശേഷം നശിപ്പിച്ച് സംസാരബന്ധത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ച ശേഷം ഭൂമിയിൽ സഞ്ചരിക്കും. 19 അയം സിദ്ധഗണാധീശ സാഖ്യാചാര്യേഷു സമ്മത ലോകേ കപില ഇത്യാഖ്യാം ഗന്ധാതേ കീർത്തിവർദ്ധന. കീർത്തിവർദ്ധന, നമ്മൾക്ക് ഓരോരുത്തർക്കും കീർത്തി വർദ്ധിപ്പിക്കുന്നത് ഈശ്വരനാണ്. നമ്മളെ കൊണ്ട് സാധിക്കില്ല അത്. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം ശ്രദ്ധിച്ചോളൂ. ഈ ദേവൻ ലോകത്തിൽ കപിലൻ എന്ന നാമധേയത്തെ പ്രാപിക്കും. സിദ്ധഗണങ്ങളുടെ നിയന്താവായിട്ടും സാഖ്യാശാസ്ത്രകർത്താക്കന്മാരായ ആചാര്യന്മാരാൽ ഏറ്റവും സൽക്കരിക്കപ്പെട്ടവനും നിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായിട്ട് ഭവിക്കും. അനുഗ്രഹിക്കണം, പ്രഡിക്റ്റ് ചെയ്യണം. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ഈ ഭഗവാനെ ലോകത്തിലുള്ളവർ കപിലൻ എന്ന നാമധേയത്താൽ ആരാധിക്കും. പ്രകൃതി പുരുഷതത്വങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് വിവരിച്ച ആചാര്യന്മാരെല്ലാവരും ഈ മഹാത്മാവിൻ്റെ ശാസ്ത്രസാരാംശത്തെ, ഈ പറഞ്ഞ കപിലോപാഖ്യാനത്തിൻ്റെ ശാസ്ത്രസാരാംശത്തെ ആദരിച്ച് ആനന്ദിച്ച് ആരാധിക്കും. യോഗശാസ്ത്രത്തെ അഭ്യസിക്കുന്നവർക്കുള്ള നിരതിശയ ആനന്ദത്തെ നൽകുന്ന ഈശ്വരനായിട്ടും പരമഗുരുവായിട്ടും നിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്ന സൽപുത്രനായിട്ടും ഭവിക്കും. പുത്രനുണ്ടായാൽ പോരാ. കമ്പിപ്പാര കൊണ്ട് തലയ്ക്ക് തല്ലി അമ്മയെ അച്ഛനെ വകവരുത്തുന്നവനല്ല പുത്രൻ. അവൻ രാക്ഷസനാണ്. പുത്രഭാവത്തിൽ വന്നു എന്ന് മാത്രം. മൈത്രേയ വാച. അതിനെ അപ്പോൾ ഇനി വിതുരരോട് മൈത്രേയർ പറയാണ് 20ാമത്തെ ശ്ലോകം. താവ ആശ്വാസ്യ ജഗൽ സ്രഷ്ട കുമാരേ സഹനാരദ ഹംസോ ഹംസേനയാനേന ത്രിധാമ പരമം യയും. ബ്രഹ്മാവിൻ്റെ വാഹനം എന്താ? അരയന്നം. അപ്പോൾ അതിൻ്റെ വാക്കാർത്ഥം, അവർ രണ്ടുപേരെ ആശ്വസിപ്പിച്ച്, ആരേനെ? കർദമ പ്രജാപതിയെയും ദേവഹൂതിനെയും. ലോകത്തെ സൃഷ്ടിക്കുന്ന ജ്ഞാനസ്വരൂപൻ, ഈ പറയുന്ന ബ്രഹ്മാവ് ആരാ? ജ്ഞാനസ്വരൂപനാണ്. സനൽകുമാരാദികളോടും നാരദരോടും കൂടി ഹംസവാഹനത്തിൽ കൂടെ ഉത്കൃഷ്ടമായ സത്യലോകത്തെ പ്രാപിച്ചു, യാനം ചെയ്തു എന്ന വാക്കിവിടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണു. മൈത്രേയർ പറഞ്ഞു, കർദമ പ്രജാപതിയെയും ദേവഹൂതിയെയും ഇപ്രകാരം ആശ്വസിപ്പിച്ചു, സമാധാനിപ്പിച്ചു, സന്തോഷിപ്പിച്ചു, ആനന്ദത്തിൽ ആറാടിച്ചു. മരീചാദികളെ വിവാഹത്തിനു വേണ്ടി കർദമാശ്രമത്തിൽ
താമസിപ്പിച്ചു. ജഗൽ സൃഷ്ടി ചെയ്യുന്നുവെങ്കിലും ആ കർമ്മത്തോട് ബന്ധമില്ലാതെ ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ബ്രഹ്മദേവൻ സ്വർഗത്തിൻ്റെ പരമാവധി ഭൂതമായ സത്യലോകമെന്നു പേരുള്ള സ്വസ്ഥാനത്തെ സനകാദികളോടും നാരദരോടും കൂടെ പ്രാപിച്ചു എന്ന് പറഞ്ഞു. 21-ാമത്തെ ശ്ലോകം. ഗതേ ശതദ്രുതോക്ഷത്ത കർദമസ്തേന ചോദിത. പ്രചോദനം നടത്താം. യഥോചിതം സ്വദുഹിതൃ പ്രദാദ് വിശ്വസൃജാം തഥാം. വാക്കാർത്ഥം. ഹേ വിതുര, ബ്രഹ്മാവ് പോയപ്പോൾ ബ്രഹ്മാവിനാൽ പ്രേരിപ്പിക്കപ്പെട്ട കർദമൻ അനന്തരം ലോകവൃദ്ധികരന്മാരായ അവർക്കായിക്കൊണ്ട് സപുത്രിമാരെ ഉചിതപ്രകാരം പ്രദാനം ചെയ്തു, കന്യാദാനം ചെയ്തു എന്നർത്ഥം. ഹേ വിതുര, ഭാവാർത്ഥം. ബ്രഹ്മദേവൻ ആശ്രമത്തിൽ നിന്ന് മറഞ്ഞ ശേഷം ബ്രഹ്മാവിൻ്റെ ആജ്ഞയെ അനുസരിച്ച് കർദമ പ്രജാപതി വിശ്വത്തെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി ബ്രഹ്മാവിനാൽ നിയമിക്കപ്പെട്ട മരീചാദികളായ ആ 9 മുനിമാർക്കായിക്കൊണ്ട് സപുത്രിമാരായ 9 പേരെയും അവരുടെ സ്വഭാവത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച വിധത്തിൽ, ഒരു വിവാഹം എന്ന് പറഞ്ഞ ഇതാണ്, സ്വഭാവത്തിനും അഭിപ്രായത്തിനും അനുസരിച്ച് പെരുമാറാൻ സാധിക്കണം, എന്നാൽ രക്ഷപ്പെടാം, ഇല്ലെങ്കിൽ പറ്റില്ല. ഇനി 3 ശ്ലോകങ്ങൾ ഒന്നായിട്ട് പോകും. 22, 23, 24. മരീചയേ കലാം പ്രദാത് അനസൂയാമധാത്രയേ ശ്രദ്ധാം അങ്കിരസേ യശ്ചത് പുലസ്ത്യായ ഹവിർഭുവം. ആരേനൊക്കെ കൊടുത്തു എന്നോട്ടോ പറഞ്ഞത്. പുലഹായ ഗതിം യുക്താം ക്രതവേ ച ക്രിയാം സതീം ഖ്യാതിം ച ഭൃഗുവേ യശ്ചത് വസിഷ്ഠായ അഭി അരുന്ധതീം അധർവണേ അദാദാ ശാന്തിം യയാ യജ്ഞോ വിധന്യതേ വിപ്രർഷഭാൻ കൃതോദ്വാഹാൻ സദാരാൻ സമലാലയത്. മരീചിക്കായിക്കൊണ്ട് കല എന്ന മകളെ പ്രദാനം ചെയ്തു. അനന്തരം അനസൂയയെ അത്രിക്കായിക്കൊണ്ടും ശ്രദ്ധയെ അങ്കിരസനായിക്കൊണ്ടും ഹവിർഭൂവിനെ പുലസ്ത്യനായിക്കൊണ്ടും കൊടുത്തു. ഗതി പണ്ടൊരു കുട്ടിയുണ്ട്, ഗതിയെ പുലഹനായിക്കൊണ്ടും അപ്പോൾ പറഞ്ഞു പുലഹനെ കൊണ്ടും യോജിച്ചവളും പതിവ്രതയുമായ ക്രിയയെ ക്രതുവിനായിക്കൊണ്ടും ഖ്യാതിയെ ഭൃഗുവിനായിക്കൊണ്ടും കൊടുത്തു. അരുന്ധതിയെ വസിഷ്ഠനായിക്കൊണ്ടും ശാന്തിയെ അഥർവനായിക്കൊണ്ടും ദാനം ചെയ്തു. യാതൊന്നിനാൽ യാഗം ചെയ്യപ്പെടുന്നു, വിവാഹം കഴിച്ചവരും ഭാര്യമാരോടുകൂടിയവരുമായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ വേണ്ട വിധം ലാളിച്ചു. അതായത് മരുമകന്മാരേനെ ലാളിച്ചു. ഇനി അതിൻ്റെ ഭാവാർത്ഥം. ആരെ വിവാഹം ചെയ്തു കൊടുത്തുവെന്നതിനെ വിവരിക്കുന്നു. കല എന്ന സ്ത്രീയെ മരീചിക്കും, അനസൂയയെ അത്രിക്കും, ശ്രദ്ധയെ അങ്കിരസ്യനും, ഹവിർഭൂവിനെ പുലസ്ത്യനും, അനുരൂപയായ ഗതിയെ പുലഹനും, പതിവ്രതയായ ക്രിയയെ ക്രതുവിനും. അപ്പോൾ ഈ പേരുകളൊക്കെ ഒന്നിനോടൊന്ന് ഒബ്ജക്റ്റീവ്സാണ്. പുരാണത്തിലെ പേരുകളൊക്കെ ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ അത് പതിവ്രതയായിരിക്കണം. ഭാര്യ ഇല്ലാണ്ട് ക്രിയ ചെയ്യാൻ പാടില്ല പുരുഷൻ. മോക്ഷത്തിനാവാം, എന്തെങ്കിലും നേടണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടല്ലോ ലൗകികത്തിൽ. ഖ്യാതിയെ ഭൃഗുവിനും അരുന്ധതിയെ വസിഷ്ഠനും യാഗം ചെയ്യുന്നതിനായി പ്രേരിപ്പിക്കുന്ന ശ്രദ്ധയില്ലാണ്ട് സപ്താഹം നടക്കില്ല. അധിഷ്ഠാന ദേവതയായ ശാന്തിയെ, അധിഷ്ഠാന ദേവതയാണ് ശാന്തി. യാദേവി സർവഭൂതേഷു ശാന്തി രൂപേണ സംസ്ഥിത. ശാന്ത ഇല്ലാണ്ട് എന്താ നടക്കുക? അഥർവാവിനും യഥാവധി വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം കഴിഞ്ഞ വിപ്രശ്രേഷ്ഠന്മാരായ അവരെയും
സ്വപുത്രിമാരായ അവരുടെ പത്നിമാരെയും യഥോചിത ദാനാദികൾ കൊണ്ടും മധുരവാക്കുകൾ കൊണ്ടും സന്തോഷിപ്പിച്ചു. യോജിച്ചവൾ, പതിവ്രത, ഈ രണ്ട് വിശേഷണം എല്ലാ പുത്രിമാർക്കും യോജിപ്പിച്ചു കൊള്ളണം. അല്ലാണ്ട് ഏത് പുത്രിമാരുടെ ഒപ്പേ പറഞ്ഞുള്ളൂ അത് മാത്രമല്ല എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും അവരവരുടെ വയശീലാദി ഗുണങ്ങൾ അനുരൂപനെന്ന് തോന്നുന്നവരെ വിവാഹം ചെയ്യുവാൻ ഇച്ഛിച്ചു. അവരെല്ലാവരും ഒരുപോലെ ഭർത്താക്കന്മാരിൽ ഈശ്വരഭാവനയോടുകൂടെ, നമ്മൾക്ക് ഈ പുരാണങ്ങൾ അന്യം നിന്നു ഒരു 10-60 കൊല്ലമായിട്ട്. അതുകൊണ്ടാണ് ഇന്നുണ്ടാവുന്ന എല്ലാ അരിഷ്ടുകൾക്കും കാരണം. ഭാര്യ മക്കളെയും ഭർത്താവിനെ ഉപേക്ഷിച്ച് കാമുകൻ്റെ ഒപ്പം പോണത് എന്തുകൊണ്ടാണ്? പുരാണ ഇതിഹാസങ്ങളിലുള്ള വൈഭവം അറിയാണ്ടേപ്പോയി. എല്ലാം ഭോഗവസ്തു. സ്ത്രീക്ക് പുരുഷൻ ഭോഗവസ്തു, പുരുഷന് സ്ത്രീ ഭോഗവസ്തു. അങ്ങനെയല്ല. കൂടെ നിന്ന് മോക്ഷം നേടേണ്ട ആൾക്കാരാണ്. ഒരു ഉത്തരവാദിത്വം വേണം. എന്താണ് റിലേറ്റീവ് ടേംസിൽ ജീവൻ്റെ ഉദ്ദേശം അതറിയാതെ കണ്ട് നട്ടം തിരിയാണ് ആൾക്കാർ. അപ്പോൾ ഇവിടെ ഈശ്വരഭാവനയോടുകൂടെ ആരാധിക്കുന്ന പതിവ്രതകളായുള്ളമായിരുന്നു എന്ന് പറഞ്ഞു. 25 തതസ്ഥ ഋഷയ ക്ഷത്ത കൃതധാരാ നിമന്ത്രിതം പ്രാതിഷ്ഠന്നന്തിമാപന്ന സ്വസമാശ്രമമണ്ഡലം. പിന്നെ ഭാര്യാസ്വീകാരം ചെയ്ത ആ ഋഷികൾ അദ്ദേഹത്തോട് യാത്രാനുവാദം വാങ്ങിയിട്ട് ബഹുമാനസൂചകമായിട്ട് സന്തോഷത്തെ പ്രാപിച്ചവരായിട്ട് ആശ്വംസം, അതായത് സ്വ ആശ്രമസ്ഥാനങ്ങളെക്കുറിച്ച് പുറപ്പെട്ടു. 9 ആൾക്കും പ്രത്യേകം ആശ്രമങ്ങളുണ്ട്, ശിഷ്യന്മാരുണ്ട്. അവിടേക്ക് പുറപ്പെട്ടു. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. ഹേ വിതുര, അനന്തരം കല്യാണം കഴിഞ്ഞ് ഭാര്യാസഹിതന്മാരായി മരീചാദികളായ ആ ഋഷിമാർ ഭാര്യാലാഭത്താൽ, അതാണ് കച്ചവടം, ലാഭമാണ്, അല്ലാണ്ട് നഷ്ടമല്ല. ഭാര്യാലാഭത്താൽ എന്താ ലാഭം? പതിവ്രതകളാണ്. ശുഷ്കാന്തിയോടുകൂടി യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യാൻ അനുസരിക്കുന്നവരാണ്. പരമസന്തുഷ്ടന്മാരായിട്ട് കർദമമുനിയോട് യാത്ര പറഞ്ഞ് സമ്മതം വാങ്ങി അദ്ദേഹത്തെക്കുറിച്ചുള്ള സന്തോഷത്തെ പ്രദർശിപ്പിച്ച ശേഷം, ചിലവർക്ക് അത് സാധിക്കില്ല, അത് ഫെയിലുവറാണ്. സന്തോഷം എത്രയുണ്ട് എന്നുള്ളത് പരസ്പരം അറിയണം. അപ്പോൾ പ്രദർശിപ്പിച്ച ശേഷം അവരവരുടെ ആശ്രമങ്ങളിലേക്ക് പോവാനായിട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഇനി 26 ശ്ലോകം. സ ച അവതീർണം ത്രിയുഗം ആജ്ഞായ വിബുദർഷഭം വിവിക്ത ഉപസംഗമ്യ പ്രണമ്യ സമഭാഷത. അതാണ് ശ്ലോകം. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞത്, അവനും 3 യുഗത്തിലും അവതരിക്കുന്ന ദേവശ്രേഷ്ഠനെ അവതരിച്ചവനായിട്ട് അറിഞ്ഞിട്ട്, ആരെ? കർദമ പ്രജാപതി ഏകാന്തത്തിൽ സമീപം പ്രവേശിച്ചിട്ട് നമസ്കരിച്ചിട്ട് സംഭാഷണം ചെയ്തു. ആ കർദമമുനിയാകട്ടെ ദേവദേവനും 3 യുഗത്തിലും സ്വ അവതാരത്താൽ ലോകത്തെ അനുഗ്രഹിക്കുന്നവനുമായ ഭഗവാൻ സപുത്രനായി അവതരിച്ചതായി അറിഞ്ഞിട്ട് ഏകാന്തത്തിൽ, ഈ ഭാഗവതം പഠിക്കൽ ഏകാന്തത്തിലായിരിക്കണം. എന്താ അങ്ങനെ പറയാൻ കാരണം? 2 ആളുണ്ടെങ്കിൽ 2 ആളുടെയും ഇൻ്റലിജൻസിന് വ്യത്യാസം വരും. അങ്ങനെയാണ്. അപ്പോൾ ഏകാന്തത്തിൽ ഭഗവത് സന്നിധിയിൽ പ്രവേശിച്ച് നമസ്കരിച്ച ശേഷം വിനയത്തോടുകൂടെ ഇങ്ങനെ സംഭാഷണം ചെയ്തു. ആരെ? കർദമ പ്രജാപതി കുട്ടിയായിരിക്കുന്ന എന്താണെന്നാ പറയുക, കപില മഹർഷിയോട്. അഹോ പാപച്യമാനാനാം നിരയേ സ്വൈരമംഗളേ കാലേന ഭൂയസാ നൂനം പ്രസീദന്തീഹ ദേവതാ. അതായത് സ്വകൃതങ്ങളായ പാപങ്ങളാൽ, സ്വകൃതം, വേറൊരാൾ ചെയ്ത പാപം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പോലെ ഒരു പാപം ചെയ്യാതെ ഇരുന്നാൽ മതി. നരകത്തിൽ ഏറ്റവും ദഹിക്കപ്പെടുന്നവരെക്കുറിച്ചും ബഹുകാലം കൊണ്ട് ദേവതകൾ ഇവിടെ പ്രസാദിക്കുന്നു, അതിസന്തോഷം അല്ലേ?
എന്തുകൊണ്ടാണ് ദേവതകളെ പ്രസാദിക്കണത്? ഈരാറ് 12 മാസത്തിലും വസന്ത ഋതുക്കളാവാൻ എന്താ കാരണം? ഭഗവാന്റെ അവതാരം. വസന്തമാണ്, ഋതുക്കളിൽ വെച്ച് വസന്തം ഞാൻ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ 8 പദ്യം കൊണ്ട് കർദമ മുനി കപില ഭഗവാനോട് ചെയ്ത സംഭാഷണത്തെ വിവരിക്കുന്നു. സ്വകർമ്മദോഷങ്ങൾ നിമിത്തം നരകതുല്യമായ സംസാരത്തിൽ കിടന്ന് കഠിനമായി ദഹിക്കുന്നവർ ബഹുകാലത്തിൽ ചെയ്യുന്ന ഈശ്വരാരാധനയുടെ ഫലമായിട്ട് കുറച്ച് കാലം ചെയ്തിട്ട് കാര്യമില്ല. 365 ദിവസത്തിൽ അല്ലെങ്കിൽ 52 ആഴ്ചയിൽ ഒരാഴ്ച സപ്താഹത്തിൽ ബിസി ആയിരുന്നുകൊണ്ട് ഭാഗവതം പഠിച്ചു എന്ന് പറയരുത്. 52 ആഴ്ചകളിലും ഇടവിടാതെ കണ്ട് എണ്ണധാര പോലെ തിരിമുറിയാതെ കണ്ട് സദാസേവ്യ ഭാഗവതത്തെ ഉപാസിക്കണം. അപ്പം ബാക്കി ദേവതകളൊക്കെ നമ്മുടെ ശിൽബന്ധികളായിട്ട് നിൽക്കും. അതാണ് ആ ഭക്തൻ്റെ 4 പേരും എപ്പോഴും വസന്ത ഋതു ഉണ്ടാവുള്ളൂ. അത് അനുഭൂതി മണ്ഡലമാണ്. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇഹലോകത്തിൽ ദേവതകൾ അവരെക്കുറിച്ച് പ്രസാദിക്കാറുണ്ടെന്നുള്ള സംഗതി അത്യന്തം സന്തോഷിക്കത്തക്കതു തന്നെ. ഇനി 28ഉം 29ഉം ശ്ലോകങ്ങളൊപ്പം പോകും. ഇനി വേറെ ഉണ്ടോ നോക്കട്ടെ, കാരണം പേജ് അങ്ങനെ ആവുക കാരണം ഇല്ല. അപ്പോൾ ബഹുജന്മ വിപാക്വേന സമ്യഗ്യോഗസമാധിന ദ്രഷ്ടും യദന്തേയതയ ശൂന്യാകാരേഷു യത്പദം സ ഏവ ഭഗവാനദ്യ ഹേളനം നഗണയ്യന ഗൃഹേഷു ജാതോ ഗ്രാമ്യാണാം യസ്വാനാം പക്ഷപോഷണ. ഇതാണ് 2 ശ്ലോകങ്ങൾ, 28ഉം 29ഉം. ബഹുജന്മങ്ങളിൽ അനുഷ്ഠിച്ച പാകം വന്നതായ സാധുവായ യോഗസമാധിയോടുകൂടെ യോഗികൾ ഏകാന്ത സ്ഥാനങ്ങളിൽ യാതൊരുവൻ്റെ പാദത്തെ ദർശിപ്പാനായി കൊണ്ട് ഒറ്റയ്ക്ക് കൂടാരുമില്ല യത്നിക്കുന്നു. ആ ഭഗവാൻ തന്നെ പ്രാകൃതന്മാരായ ഞങ്ങളുടെ നിസ്സാരതയെ ഗണിക്കാതെ ഇപ്പോൾ ഗൃഹങ്ങളിൽ ജാതനായിരിക്കുന്നു. എന്താ കാരണം? ഒരു വ്യക്തിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ആരുടെ പൂർണ്ണത? കർദമ പ്രജാപതിയുടെ ഭാര്യ അല്ലേ? അവരാണല്ലോ ശരീരം ത്യാഗം ചെയ്ത് ശരീരത്തിൻ്റെ പുഷ്ടി മുഴുവൻ ഭർത്താവിൻ്റെ തപസ്സിന് വേണ്ടി ചെലവഴിച്ചിട്ട് നേടിയിട്ടുള്ളതല്ലേ. അപ്പോൾ ഗൃഹങ്ങളിൽ ജാതനായിരിക്കുന്നു. യാതൊരുവൻ സ്വകീയന്മാരുടെ പക്ഷത്തെ പോഷിപ്പിക്കുന്നവനാകുന്നു. സ്വകീയം അതിൻ്റെ ഭാവാർത്ഥം. ദേവതാപ്രസാദം സിദ്ധിച്ചുവെന്നറിയുന്നത് എങ്ങനെയെന്നാൽ, എങ്ങനെയാണ് നമുക്ക് ദേവതമാരുടെ പ്രസാദം ഉണ്ടെന്നറിയാം? അലഭ്യലാഭം, ലഭിക്കാൻ പറ്റാത്തത് ലഭിക്കുമ്പോൾ നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ടാവും, അല്ലാണ്ട് കിട്ടില്ല. പക്ഷേ നമ്മൾക്ക് ആശ്ചര്യത്തെ തരുന്ന കാര്യങ്ങളാണ് സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നു. അനേക ജന്മങ്ങളിൽ അനുഷ്ഠിച്ചതുകൊണ്ട് ഫലപ്രദാനം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഭക്തിയോഗം നിമിത്തം, ഭക്തിയോഗം അനേക ജന്മത്തെ പുണ്യങ്ങളെ കൊണ്ടുണ്ടാവുന്നതാണ്. അപ്പോൾ നിമിത്തം സാധിക്കുന്ന സമാധിയോഗ പ്രഭാവത്താൽ ഏതൊരു ദേവൻ്റെ പാദപത്മത്തെ ഏകാന്ത സ്ഥാനത്തിൽ ഹൃദയത്തിൽ നിർത്തും. അമ്പലത്തിലല്ല, അങ്ങനെയുണ്ട്. ഹൃദയത്തിൽ. ഏകാന്തത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൃദയത്തിൽ. ഒരാളുടെ ഹൃദയം വേറൊരാൾക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അയാൾക്ക് തന്നെ അയാളുടെ ഹൃദയം കാണാൻ പറ്റില്ല, പക്ഷെ അനുഭവിക്കാം. അപ്പോൾ ഏകാന്തത എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ കാണാനായിട്ട് യോഗികൾ പ്രയത്നിക്കുന്നുവോ ആ ഭഗവാൻ തന്നെ പ്രാകൃതന്മാരായ ഈ ഞങ്ങളുടെ ലാഘവത്തെ ഗണിക്കാതെ, അതായത് സ്വയം താഴ്ത്തി പറയണം, ഗണിക്കാതെ ഗൃഹത്തിൽ വന്ന് അവതരിച്ചിരിക്കുന്നുവല്ലോ. സ്വഭക്തന്മാരുടെ പക്ഷത്തിൽ യോഗ്യതയെ വർദ്ധിപ്പിക്കുന്ന, അതാണ്
കാരുണ്യനിധിയായ നിന്തിരുവടിക്ക് ഇത് ഉചിതം തന്നെ എന്ന് പറഞ്ഞു. ഇനി 30-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കുക. സീയം വാക്യമൃതം കർത്തും അവതീർണോ അസിമേ ഗൃഹേ ചികീർഷുർഭഗവാൻ ജ്ഞാനം ഭക്താനാം മാനവർദ്ധനാം. അതിൻ്റെ വാക്കാർത്ഥം എന്താ പറയാം? സ്വവാക്യത്തെ സത്യമാക്കി തീർക്കുവാനായിക്കൊണ്ട് എൻ്റെ ഗൃഹത്തിൽ അങ്ങ് അവതരിച്ചിരിക്കുന്നു. ഭക്തന്മാർക്ക് മാനത്തെ വർദ്ധിപ്പിക്കുന്ന നിന്തിരുവടി ജ്ഞാനശാസ്ത്രത്തെ ചെയ്യുവാനിച്ഛിച്ചവനാകുന്നു. സപ്താഹം എങ്ങനെയായിരിക്കണം? ജ്ഞാനശാസ്ത്രത്തെ അപ്പം ജ്ഞാനശാസ്ത്രത്തെ ചികീർഷു, ജ്ഞാനം ചികീർഷു. അതിൻ്റെ ഭാവാർത്ഥം പറയാം. ഹേ ഭഗവൻ, എന്നോട് അരുളി ചെയ്തതായ വാക്യത്തെ ഞാൻ നിൻ്റെ പുത്രനായി അവതരിക്കുന്നുണ്ടെന്ന് അരുളി ചെയ്തതിനെ സത്യമാക്കി തീർപ്പാനും ഭക്തന്മാരായ ഞങ്ങൾക്ക് സമ്മാനത്തെ നൽകുവാനും ലോകത്തിൽ ആത്മജ്ഞാന സാധനമായിരിക്കുന്ന ആത്മാവിനെ അറിയുന്ന പ്രക്രിയയാണ് ഈ ഭാഗവതം. അപ്പോൾ അതിനെ ദ്വൈതത്തിൽ കൊണ്ടുപോയിട്ട് തൊലയ്ക്കരുത്. ദയവ് ചെയ്തിട്ട് കൈ കൂപ്പി പറയണു. ദ്വൈതത്തിൽ കൊണ്ടുപോയി കലക്കി നശിപ്പിക്കരുത്. അദ്വൈതത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് താഴ്ത്താൻ പാടില്ല അതിൻ്റെ വൈഭവം. അതാണ് പറഞ്ഞത്. അപ്പോൾ ആത്മജ്ഞാന സാധനമായിരിക്കുന്ന സാങ്ക്യാശാസ്ത്രത്തെ വെളിപ്പെടുത്തുവാനുമായിട്ട് ജ്ഞാനസ്വരൂപനായ നിന്തിരുവടി അവതരിച്ചിരിക്കുന്നുവല്ലോ. ഇത് ചക്കൊന്നുമല്ലല്ലോ ചൂന്ന് നോക്കാൻ. ഒരു യജ്ഞവേദിയിൽ ജ്ഞാനികളുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആചാര്യൻ എങ്ങനെ മനസ്സിലാവുക? ഒരാചാര്യൻ ഒരു വേദിയിൽ പഠിച്ചവരില്ല എന്നൊരു നിഗമനത്തിലെത്തിയാൽ അതിനർത്ഥം അദ്ദേഹത്തിന് ജ്ഞാനമില്ല എന്നാണ് പറയാം. കാരണം എല്ലാ ജീവാത്മാക്കളും ബ്രഹ്മസ്വരൂപമാണ്. ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് തന്നെയാണ് എല്ലാവരിലും ഉള്ളത്. അപ്പോൾ ചിലവർ റഫ് വജ്രമായിരിക്കും, അതായത് പോളിഷ് ചെയ്യാത്തതായിരിക്കും. വിവരമുണ്ടാവും, പ്രതിഫലിക്കാൻ പറ്റിയെന്ന് വരില്ല. അവർക്ക് ചിലപ്പോൾ നീലക്കല്ല് വേണോ പച്ചക്കല്ല് വേണോ എന്നൊന്നും പറയാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അവർക്ക് പച്ച നീലൊന്നും പ്രശ്നമല്ല. അതാ പറഞ്ഞ എൻ്റെ താല്പര്യം. അതുകൊണ്ട് ജ്ഞാനസ്വരൂപനായ നിന്തിരുവടി അവതരിച്ചിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. 31-ാമത്തെ ശ്ലോകം ശ്രദ്ധിക്കാം. താന്യേവ തേ അഭിരൂപാണി രൂപാണി ഭഗവംസ്തവ യാനി യാനി ച രോചന്തേ സ്വജനാനാം അരൂപിണ. ഭഗവാൻ ആരാ? അരൂപിണ, രൂപമില്ലാത്തവനാ. സ്വഭക്തന്മാർക്ക് യാതൊരു രൂപങ്ങൾ രുചിക്കുന്നുവോ ആ രൂപത്തിലാണ് ഭഗവാൻ വരിക. ഒരാൾ വീഴുമ്പോൾ പല്ല് പൊട്ടിയില്ല, അല്ലെങ്കിൽ ഇടുപ്പ് പൊട്ടിയില്ല, ഭഗവാൻ രക്ഷിച്ചു എന്നാണ് പറയാം. പ്രമോഷമുണ്ടോ? വേറെ ഒരുത്തിന് ഉണ്ണാൻ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അവൻ കമ്മിറ്റിക്കാരെ കുറ്റം പറയും. അങ്ങനെ ഓരോരുത്തരുടെയും രുചിക്കും ഭാവത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ രൂപങ്ങൾ തന്നെ രൂപരഹിതനായ അങ്ങയ്ക്ക് സ്വജനാനാം അരൂപിണ അഭിരൂപാണി യോഗ്യങ്ങളാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ വാക്കാർത്ഥം പറഞ്ഞു നിർത്താം കേട്ടോ. ഹേ ഭഗവൻ, വാസ്തവത്തിൽ രൂപരഹിതനായ നിന്തിരുവടി ഭക്തജനങ്ങളെ ആനന്ദിപ്പിക്കുവാനും അനുഗ്രഹിപ്പിക്കുവാനുമായിട്ട് ഏതേത് രൂപങ്ങളെ സ്വീകരിക്കുന്നുവോ ആ രൂപങ്ങളെല്ലാം നിന്തിരുവടിക്ക് യോഗ്യങ്ങൾ തന്നെ. അല്ലാണ്ട് ആ രൂപങ്ങളിൽ നമ്മൾ ആകൃഷ്ടരായിട്ട് കാര്യമില്ല. ഭഗവാൻ ആകൃഷ്ടനായിരുന്നത് ഏതോ ചിലവരുടെ താല്പര്യത്തിനാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മുടെ ഇഷ്ടത്തിന്
ആ രൂപങ്ങൾ മാച്ച് ചെയ്യണമെങ്കിൽ പൂർവ്വസൂരികൾ ചെയ്തിട്ടുള്ള നിഷ്കാമകർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ എങ്ങനെ ആ രൂപം നമ്മൾക്ക് പിന്നെ എന്താ പറയുക ഫലം തരിക? അപ്പോൾ പറഞ്ഞു, യാതൊരു രൂപത്തോടും സംബന്ധിക്കാതെ ജ്ഞാനാനന്ദ സ്വരൂപനായ അങ്ങയ്ക്ക് ഏതു രൂപവും ഒരുപോലെ തന്നെ. അതിനാൽ 4 കൈകളോടുകൂടിയ ആ സുപ്രസിദ്ധമായ അങ്ങയുടെ രൂപം ശ്രേഷ്ഠമെന്നോ അന്യമായ രൂപം നികൃഷ്ടമെന്നോ വരുന്നതല്ല. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന എന്നും സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.